ഹലോ ചാമ്പ്യൻസ്. കുട്ടിക്കാലത്ത് മാത്സ് മിക്ക കുട്ടികളുടെയും ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരിക്കും. ബിക്കോസ് ഒന്നും കാണാപാഠം പഠിക്കേണ്ട, കുറച്ച് നമ്പേഴ്സും കാര്യവും അറിയാമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഹയർ ക്ലാസ്സസിൽ പോകുന്തോറും മാത്സിനോടുള്ള ആ ഒരു അട്രാക്ഷൻ നമുക്ക് കുറഞ്ഞു വരും. ചില കുട്ടികൾക്ക് മാത്സ് ഫണ്ണാണ്, ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ബട്ട് ചില കുട്ടികൾക്ക് അതൊരു നൈറ്റ് മെയർ ആയിരിക്കും. ബട്ട് ദ ട്രൂത്ത് ഇസ്, math is not about talent. It's about the right approach and smart practice. എനിക്ക് മാത്സ് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഇന്ന് മോട്ടിവേഷൻ അൺലോക്ഡ് പ്രസന്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഇന്നത്തെ ടോപ്പിക്കാണ് ഹൗ ടു സ്റ്റഡി മാത്സ്. സോ ലെറ്റ്സ് ബിഗിൻ. വൈ യു സ്ട്രഗിൾ വിത്ത് മാത്സ്? എന്തുകൊണ്ടാണ് മാത്സിൽ നമ്മൾ ഇങ്ങനെ പാടുപെടുന്നത്? അതിന്റെ റീസൺ ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഇസ്, you think memorizing formulas is enough. മാത്സ് ഒരു കവിതയോ കഥയോ അല്ല. അതിനെ കാണാപാഠം അതിൻ്റെ ഫോർമുലാസ് ഒരു പാട്ട് പോലെ പഠിച്ചു വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ബേസ്ഡ് സബ്ജക്റ്റ്. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസിനെ പ്രാക്ടീസ് ചെയ്യുമോ അത്രമാത്രമേ നമുക്ക് മാത്സിനോട് ഒരു ഒരു അടുപ്പം കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർമുലാസ് എല്ലാം കാണാപാഠം ഒരിക്കലും പഠിക്കരുത്. അതിന് പകരം പ്രോബ്ലംസ് സോൾവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം ഇസ്, ഐ ഹാവ് ടൈം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. മാത്സ് ഇന്ന് പഠിക്കേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്. നമ്മൾ അതിനെ ഡിലേ ചെയ്തുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് ടീച്ചർ പറയുവാണ് നാളെ എക്സാം ആണെന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. ആ സമയത്ത് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ തുടങ്ങും. നമുക്ക് ഒന്നും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. സോ മാത്സ് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ആക്ച്വലി മാത്സിന് കുറച്ച് സമയം വേണം. ഓരോ കൺസെപ്റ്റും ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ടൈം വേണം. സോ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് പഠിക്കാനായിട്ട് മാത്സ് ഒരിക്കലും ട്രൈ ചെയ്യരുത്. ദ തേർഡ് പ്രോബ്ലം ഇസ് കെയർലെസ് മിസ്റ്റേക്ക്. വീട്ടിൽ നമ്മൾ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തൊക്കെ പോകും. ബട്ട് എക്സാമിന് ചെന്നിരിക്കുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരു ചെറിയ കെയർലെസ് മിസ്റ്റേക്ക് കാണും. ചിലപ്പം കിലോമീറ്റേഴ്സും മീറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യും. ബട്ട് യൂണിറ്റ് എഴുതുമ്പോഴത്തേക്കും തെറ്റിപ്പോകും, അല്ലെങ്കിൽ 1, 2, 0 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ കെയർലെസ് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. മാത്സ് ഇസ് നോട്ട് എ മോൺസ്റ്റർ. മാത്സിന് 100ൽ 100 മേടിക്കുന്ന കുട്ടികളുണ്ടാകും. സോ ദേ ആർ നോട്ട് ബോൺ വിത്ത് എനി സൂപ്പർ പവേഴ്സ്. അവർക്ക് സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല. അവരുടെ സിമ്പിൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ദേ ജസ്റ്റ് പ്രാക്ടീസ്, ആൻഡ് ദാറ്റ് ടു കൺസിസ്റ്റൻ്റ്ലി. എല്ലാ ദിവസവും അവർ മാത്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം 5 golden strategies to study maths. The first strategy is start from the classroom. ക്ലാസ് റൂമിൽ ടീച്ചർ ഒരു ഫോർമുല നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴത്തേക്കും അതിനെ ഒരു റോബോട്ടിനെ പോലെ കോപ്പി ചെയ്ത് നോട്ടിൽ എഴുതാണ്ട് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ആ ഫോർമുല എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുലാസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ ഓരോ ലോജിക്കും മൈൻഡിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ റീസൺ കണ്ടുപിടിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ ഏത് ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഡോണ്ട് സെറ്റിൽ ഫോർ ഹാഫ് ബേക്ഡ് നോളജ്. ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തു, കിട്ടിയില്ല, ആൻസർ കിട്ടുന്നില്ല, വീണ്ടും ട്രൈ ചെയ്ത് നോക്കി, ആൻസർ കിട്ടുന്നില്ല. ഇതിൻ്റെ അർത്ഥം ഇതിനെ ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, വേണ്ട ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല എന്നതിനെ മാറ്റി വയ്ക്കരുത്. അതിന് പകരം നോക്കാം എവിടെയാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് പറ്റിയതെന്ന് കണ്ടുപിടിക്കുക. ഏത് സ്റ്റെപ്പാണ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. കാൽക്കുലേഷൻ പ്രോബ്ലം ആയിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസെപ്റ്റ് ഇഷ്യൂ ആയിരുന്നു എന്ന് കണ്ടുപിടിക്കുക. ഇങ്ങനെ നിങ്ങളുടെ ഡൗട്ട്സിനെ തന്നെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഡൗട്ട്സിനെ നിങ്ങൾ സോൾവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അവിടെയാണ് ദ റിയൽ ലേണിംഗ് തുടങ്ങുന്നത്. സോ കൺഫ്യൂഷൻ നിങ്ങളുടെ എനിമി അല്ല, ഇറ്റ് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ. തേർഡ് സ്ട്രാറ്റജി, സ്പേസ് ഔട്ട് യുവർ പ്രാക്ടീസ്. എക്സാമിന് ഒരാഴ്ച മുന്നേ കംപ്ലീറ്റ് ഞാൻ മാത്സ് മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് പറയുന്ന കുട്ടിയാകരുത്. അതും ഒരു കൊടുങ്കാറ്റിൽ നീന്തൽ പഠിക്കുന്നത് പോലെ ആയിരിക്കും. അതിന് പകരം എല്ലാ ദിവസവും കുറച്ച് സ്പേസ് മാത്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 30 minutes അല്ലെങ്കിൽ പോട്ടെ ഒരു 1 hour. നിങ്ങൾക്ക് എത്രയാണോ കംഫർട്ടബിൾ തോന്നുന്നത് അത്രയും ടൈം നിങ്ങൾ മാത്സിന് വേണ്ടി എല്ലാ ദിവസവും മാറ്റി വയ്ക്കുക. ഡോണ്ട് ഇഗ്നോർ യുവർ വീക്ക് ടോപ്പിക്സ്. എല്ലാ ക്ലാസ്സിലും മാത്സിൽ ഒരു ചാപ്റ്റർ കാണും നമുക്കൊരു നൈറ്റ് മെയർ ആയിട്ട് തോന്നുന്നത്. അത് ചിലപ്പോൾ ട്രിഗ്നോമെട്രി ആയിരിക്കാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കാം,
സോ ഇങ്ങനത്തെ ടോപ്പിക്സിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. എനിക്കത് പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ടോപ്പിക് പാടാണ്, അതുകൊണ്ട് ആ ഒരു ടോപ്പിക് ഞാനിപ്പോൾ പഠിക്കുന്നില്ല, അങ്ങനെ അതിനൊരിക്കലും മാറ്റി വെക്കരുത്. നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞ് നമ്മളതിനെ ഇഗ്നോർ ചെയ്യുവാണെങ്കിൽ എന്താ പറ്റുക? അത് കൂടുതൽ വേഴ്സ് ആകത്തല്ലേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് മാത്സ്. ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് വീക്കായിട്ട് തോന്നുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വാച്ച് ചെയ്യുക, ഡൗട്ട്സ് ചോദിക്കുക, ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം സോൾവ് ചെയ്ത് തുടങ്ങുക. അത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഗെയിൻ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൽ നിന്നും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങാം. സോ ഒരിക്കലും ഒരു ചാപ്റ്ററും മാത്സിൽ സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് ചിലപ്പം എക്സാമിന് ആ മിസ് ചെയ്ത ചാപ്റ്ററിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. മേക്ക് ഇറ്റ് ആക്റ്റീവ്, നോട്ട് പാസീവ്. മാത്സ് വെറുതെ വായിച്ചുകൊണ്ട് പോയിട്ട് ഇനി ഇത് എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊരിക്കലും വിചാരിക്കരുത്. മാത്സ് സോൾവ് ചെയ്ത് തന്നെ പോവുക. അതിനെ ഒരിക്കലും പാസീവ് ലേണിംഗ് ആക്കരുത്, അതൊരു ആക്റ്റീവ് ലേണിംഗ് ആക്കുക. അതായത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, വെറുതെ വായിച്ചുകൊണ്ട് പോയി മാത്സ് ഒരിക്കലും അറ്റൻഡ് ചെയ്യരുത്. ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക, ഓരോ സ്റ്റെപ്സും എഴുതി തന്നെ സോൾവ് ചെയ്യുക, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മെൻ്റൽ മാത്സ്, അഡിഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ മെൻ്റൽ മാത്സ് നല്ലതാണ്. ബട്ട് മെൻ്റൽ മാത്സ് ചെയ്ത് കഴിയുമ്പോൾ ചില സമയത്ത് സില്ലി മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എക്സാം ടൈമിൽ മെൻ്റൽ മാത്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എഴുതി തന്നെ പോവുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഇനി 2 ബോണസ് പോയിന്റ്സും കൂടി. ഒന്ന്, പ്രാക്ടീസ് ഇൻ എക്സാം ലൈക്ക് കണ്ടീഷൻസ്. നമ്മളൊരു എക്സാമിന് ഇരിക്കുന്നത് പോലെ തന്നെ ടൈമർ സെറ്റ് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എടുക്കുക, ആൻഡ് യു ഹാവ് ടു കമ്പൽസറി അറ്റൻഡ് ദാറ്റ് മോക്ക് ടെസ്റ്റ്. എത്ര ടൈമിനാണോ ആ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അത്രയും ടൈമിൽ ആ ഒരു ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ സ്പീഡ്, കോൺഫിഡൻസ്, എക്സാം സ്റ്റാമിന. ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ബോണസ് പോയിന്റ് ഇസ് ക്രിയേറ്റ് യുവർ ഫോർമുല ആൻഡ് എറർ ഷീറ്റ്. ഇതൊരു മാജിക് ചീറ്റ് കോഡാണ്. നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുന്നേ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു റിവിഷൻ ഷീറ്റ് യൂസ് ചെയ്യുക, അതിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും മെൻഷൻ ചെയ്യാം. യു ഹാവ് ടു റൈറ്റ് ദ മിസ്റ്റേക്സ് യു കീപ് റിപ്പീറ്റിംഗ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് അതിൽ എഴുതുക. നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കാണും, ചില കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് കാണും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ എഴുതി വയ്ക്കാം. ആൻഡ് ഇമ്പോർട്ടൻറ്റ് കൺവേർഷൻസ് ആൻഡ് യൂണിറ്റ്സും കൺവേർഷൻസും എഴുതി വയ്ക്കാം. ആൻഡ് എക്സാമിന് കുറച്ച് മുന്നേ ഇത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. അതായത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും ചെയ്തതിന് ശേഷം ഈ ഒരു ബോണസ് ഷീറ്റും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. മാത്സ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ലക്ക്, ഇറ്റ്സ് അബൌട്ട് ഡെയിലി എഫേർട്ട്. നിങ്ങൾക്ക് മാത്സിൽ ഒരു ജീനിയസ് ആയിരിക്കണം എന്നൊന്നുമില്ല. എല്ലാ ദിവസവും മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് സ്റ്റോപ്പ് ഗിവിങ് അപ്പ്. നിങ്ങൾക്ക് മാത്സിൽ നല്ല മാർക്സ് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മാത്സിനോടുള്ള പേടി മാറ്റിയെടുക്കുക, ആൻഡ് അതിനെ ഫേസ് ചെയ്യുക. നിങ്ങളുടെ ടീച്ചറിന് വേണ്ടിയിട്ടോ പേരൻസിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ മാർക്സിന് വേണ്ടിയിട്ടോ അല്ല, നിങ്ങളുടെ സ്വന്തം കോൺഫിഡൻസിന് വേണ്ടിയിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.